വാഴ്ത്തും. അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിനം ഐശ്വര്യമായി അനുഗ്രഹിച്ച് രണ്ടാം ദിനത്തിലും കർത്താവേ നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന കരങ്ങളെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രേയറിൽ യാതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാതെ വണ്ണം ഈ പ്രേയറിലായിരിക്കുന്ന എല്ലാവരും ഒന്നുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണം. തിരുമേനിയുടെ കരങ്ങളാൽ എല്ലാ ശുശ്രൂഷകളും പാട്ട്, ഹല്ലേലൂയ, പ്രാർത്ഥന, തിരുവചന ശുശ്രൂഷ എല്ലാം തിരുനാമ മഹത്വത്തിന് കാരണമാക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പ്രേയറിലായിരിക്കുന്ന എല്ലാവരെയും തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ ജീവനുള്ള പിതാവേ. ആമേൻ. വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ എളിയവന്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ രണ്ടാം ദിനത്തിലും നമുക്ക് പ്രേയർ ലൈനിൽ കൂടെ മഹാരാജാവിനെ നന്ദിയോടെ സ്തുതിക്കുവാൻ, ഹല്ലേലൂയ, മഹത്വപ്പെടുത്തുവാൻ പ്രാപിച്ചാൻ സകല ഹല്ലേലൂയ. എല്ലാ രാജ്യങ്ങളും ഒന്നുപോലെ അനുഗ്രഹിക്കപ്പെടട്ടെ. യുദ്ധം ചെയ്യുന്ന ദൈവം ഭീകരവാദികള് തീവ്രവാദികളെ കൊണ്ട് ഹല്ലേലൂയ പല രാജ്യങ്ങളിലും ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്ന മക്കൾക്കെതിരായി സുവിശേഷ വിരോധികൾ, സുവിശേഷത്തിനെതിരായി വരുന്ന ശക്തികള് യഹോവേ എഴുന്നേൽക്കണമേ. ഈ രാത്രിക്കാലത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യഹോവേ എഴുന്നേൽക്കുന്നു. ശത്രുക്കൾ ചിലവന്നു. ഹല്ലേലൂയ. ദൈവത്തിനും ദൈവകുഞ്ഞുങ്ങൾക്കും അന്നും ഇന്നും ശത്രുക്കളുണ്ട്. എന്നാൽ ദൈവമാണ് ശത്രുക്കളെ തകർക്കുന്ന പരിശുദ്ധാത്മാവിനെ അറിയിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് പറയുമ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് ഹല്ലേലൂയ എല്ലാവരും കർത്താവ് ഐശ്വര്യമായി ഈ രാത്രികാലം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സിസ്റ്റർ എലിസബത്ത് ശമുവേൽ ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. ആ പാട്ട് നമുക്ക് ശ്രമിക്കാം. പാട്ടിനായി കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കും. ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ആരാധിച്ചാർത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും. ആരാധിച്ചാർത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും. എരിഹോ മതിലിടിയും അത്ഭുതങ്ങൾ നടക്കും. എരിഹോ മതിലിടിയും അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ക്ഷാമകാലത്തുമെന്നെ ക്ഷേമമായി പോറ്റിടുന്ന, ക്ഷാമകാലത്തുമെന്നെ ക്ഷേമമായി പോറ്റിടുന്ന യേശുവിൻ കരുതലിനായി സ്തുതികൾ മുഴക്കിടുമേ. യേശുവിൻ കരുതലിനായി സ്തുതികൾ മുഴക്കിടുമേ. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം.
വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. മനസ്സു തകർന്നിടുമ്പോൾ ശക്തിയാൽ നിറച്ചിടുന്ന, മനസ്സു തകർന്നിടുമ്പോൾ ശക്തിയാൽ നിറച്ചിടുന്ന യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും, യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. Hallelujah. Hallelujah. Thank you. God bless you. കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർമാനം ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ദൈവവചനം ശുശ്രൂഷിപ്പാൻ പോകുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പാട്ട് നാം കേട്ടു. കർത്താവ് മഹത്വം നടക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. തിരുവചനത്തിന്റെ വാതിൽ അവിടെ തുറന്നു കിട്ടേണ്ടത് ദൈവശബ്ദം ഈ രാത്രി കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ അത്യന്ത ശക്തി, നമ്മുടെ കർത്താവ് സർവശക്തിയുള്ള ദൈവമാകുന്നു. ഹല്ലേലൂയ. ശക്തനായ സംരക്ഷകനായ ദൈവം, ശരിയായി പോഷിപ്പിക്കുന്ന ദൈവം. ഒരാൾക്ക് ചുരുക്കമായി പ്രാർത്ഥിക്കാമല്ലോ, പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവമേ സഖ്യവിടാവേ കർത്താവേ, ഹല്ലേലൂയ. നല്ല രാത്രികാലത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. നല്ലൊരു പൽവേളയ്ക്ക് ശേഷം ഹല്ലേലൂയ അവിടുത്തെ പാദപീഠത്തോട് കർത്താവേ ഈ ആഴ്ചയുടെ ആരംഭത്തിൽ തന്നെ കർത്താവേടൊക്കെ ഒരുമിച്ച് ഹല്ലേലൂയ പ്രേരണ കടന്നു വരാൻ കർത്താവുന്ന നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അവരിലേക്ക് നോക്കിയ പ്രകാശത്തിനായി അവരുടെ മുഖം ലജ്ജിച്ചു കൊള്ളാൻ ദൈവത്തിന്റെ വാക്തത്വ വചനമാകിയ ഹല്ലേലൂയ. സ്തോത്രം. ലജ്ജിതരായി തീരാവണം കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവേ താഴ്മയുടെ വിനയത്തോട് കൊടുത്ത പാദപീഠത്തിലായിരിക്കാൻ അപ്പച്ച സ്തോത്രം കർത്താവേ. രാത്രികാലം ഞങ്ങളെ സഹായിക്കുവാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൈനായി സ്തുതിക്കുന്നു. ലൈനായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കുടുംബങ്ങളായ വ്യക്തികളായ കർത്താവേ ഈ രാത്രികാലം കർത്താവേ അവിടുത്തെ വചനം കേൾപ്പാൻ കർത്താവങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കർത്താവെ ഒരുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അവിടുത്തെ ആഗ്രഹിക്കുന്ന ഹൃദയങ്ങൾ നിറയ്ക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. രാത്രികാലം വചനത്തിന്റെ വാതിൽ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു വരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കും കർത്താവെ. അവിടുത്തെ വൃത്തിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ ശക്തിയോടെ കർത്താവെ അവിടുത്തെ വചനം ഹല്ലേലൂയ അതിശക്തമായി കർത്താവെ ഘോഷിപ്പാൻ ഹല്ലേലൂയ രാത്രികാലം വചനത്തിന്റെ വാതിൽ തുറക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിന്റെ ആത്മാവ് തന്നെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുടെ ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഹല്ലേലൂയ അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ഹല്ലേലൂയ അതിശക്തമായി ഘോഷിപ്പാൻ കർത്താവെ ഈ രാത്രികാലം നിന്റെ ദാസനെ ബലപ്പെടുത്തിക്കൊള്ളണമേ, ശക്തിപ്പെടുത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ രക്തകോട്ടയ്ക്കുള്ളിൽ പൊതിഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അനേകർക്ക് അനുഗ്രഹമായി അനേകർ കർത്താവെ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ കർത്താവെ ഈ വചന മുഖാന്തരം കർത്താവിനെ സഹായിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ശാരീരികമായി കർത്താവ് ഭാരപ്പെടുന്ന എല്ലാ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ കർത്താവെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് വിടുതലെടുക്കുന്ന കർത്താവെ. വചനം ഘോഷിക്കുമ്പോൾ ഹല്ലേലൂയ ദാസനെ വിടുതലിന്റെ ഘാണമായി തീരാൻ കർത്താവെ രാത്രികാലം ഹല്ലേലൂയ സ്വർഗീയ ആത്മാവെ പ്രവർത്തിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. നിന്റെ വചനന്റെ ഘാന ദൈവന്റെ ഭാതിക്ക് പ്രകാശമാക്കിക്കൊണ്ട് ഹല്ലേലൂയ അവിടുത്തെ വചനത്തിന്റെ കർത്താവെ വാചകത്തിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം കർത്താവെ മുൻപാകെ ഇരിപ്പാൻ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും താഴ്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവെ. എന്ന് തടസ്സമായി ഞങ്ങളുടെ ജീവിതത്തിലുള്ള സകല ക്രൂശിലെയും കുറ്റങ്ങളെയും ഏറെ ജീവിതത്തിലുള്ള കുറവുകളെയും കുറ്റങ്ങളെയും കർത്താവെ പരിശുദ്ധാത്മാവെ ഈ രാത്രികാലം കഴുകി ശുദ്ധീകരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. അനേകർ കർത്താവെ ദേശത്തിലേക്ക് അടുത്തു വരാൻ കർത്താവെ രാത്രികാലം ഹല്ലേലൂയ കേൾക്കുന്ന വചനം കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവെ ഹല്ലേലൂയ അനുഗ്രഹപ്രദമായി തീരുവാൻ കർത്താവിനെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവദാസനെ കുടുംബാർത്ഥം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിന്മേലും മറുപടി ഒന്ന് കൊടുത്ത് കർത്താവെ അവിടുന്ന് മാനിക്കുന്നതിനായ സ്തോത്രങ്ങൾ. ആരെങ്കിലും രോഗികളായി കർത്താവെ അവിടുത്തെ ബാധപെടുത്തലായിരിക്കുന്നെങ്കിൽ ഹാലല്യ വചനത്തിൽ കൂടി ഹാലല്യ സംസാരിച്ച് ഹാലലൂയ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ള ശബ്ദം കേൾപ്പിച്ച ഈ രാത്രികാലം സൗഖ്യപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം അവിടുത്തെ ബാധപെടുത്തലായിരിക്കുന്ന കർത്താപ്പച്ച ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളായ സ്തോത്രം അറിയാനവർക്കണമേ, മാനവും മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നത് കേൾക്കണമേ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. തിരുവചന ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് സിഞ്ചൻ ജേക്കബ്. Praise the Lord. 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 Praise the Lord.
ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രികാലം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വചനവുമായി ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം ഒരുക്കിയ വലിയൊരു അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I consider this as a great privilege to talk about the most important Christian theme which Jesus Christ depicted through the Sermon on the Mount. ഗിരിപ്രഭാഷണത്തിലൂടെ യേശു ക്രിസ്തു വിഭാവനം ചെയ്തതായ ഒരു മാതൃകാപരമായ ക്രിസ്തു ജീവിതത്തിന്റെ വിവിധ തലങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ആ വിഷയത്തിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവസാനമായിട്ട് നമ്മൾ ചിന്തിച്ചത് മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ അവസാനത്തെ പാസേജ് ആണ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് വൈ വി ഷുഡ് നോട്ട് വറി. നാളെയെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് വിചാരപ്പെടരുത് എന്നുള്ളതിനെ കുറിച്ച് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കാണുവാനിടയായിത്തീരുന്നു. അനേക കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. വൈ വി ഷുഡ് നോട്ട് വറി. നമ്പർ 1, വി ഹാവ് എ ബിഗ് ഗോഡ്. നമ്മുടെ ദൈവം വലിയതായ ഒരു ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഭാരപ്പെടേണ്ടതായ കാര്യമില്ല. കാരണം നമ്മുടെ ഭാവി അറിയാവുന്ന, നമ്മുടെ ഇന്നലകളെ അറിയാവുന്ന, നമ്മുടെ ഇന്നലെ അറിയാവുന്ന, ദ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഹി നോസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഭാരപ്പെടേണ്ടതായ കാര്യമില്ല. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു, ബൈ വറിയിങ് വി കനോട്ട് ഡു എനിത്തിങ്. നമ്മൾ ഭാരപ്പെടുന്ന പല കാര്യങ്ങളും സംഭവിക്കാൻ പോകാത്തതോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ യാതൊരു വിധമായ നിയന്ത്രണവും ഇല്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും വറി ചെയ്യുന്നതിനാൽ ഒരു നമ്മുടെ ശരീരത്തിനോടൊന്ന് കൂട്ടുവാനോ അല്ലെങ്കിൽ തലമുടിയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ തലയിൽ നിന്നും വീഴുന്ന ഒരു നാരിനെ അല്ലെങ്കിൽ ഒരു തലമുടിയെ പോലും അറിയാവുന്ന ദൈവമാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ഭാരപ്പെടുന്നത് കൊണ്ട് ഒന്നും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കില്ല. ബൈ വറിയിങ് വി കനോട്ട് ഡു എനിത്തിങ്. വി കനോട്ട് ആഡ് എനിത്തിങ് ടു ലൈഫ് ഓർ വി കനോട്ട് റെഡ്യൂസ് എനിത്തിങ് ഫ്രം ലൈഫ്. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടു, ബൈ വറിയിങ് വി ആർ ഗിവിംഗ് എ റോങ് ടെസ്റ്റിമണി ടു ദ വേൾഡ്. നമ്മൾ ഭാരപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വ്യാകുലതപ്പെടുമ്പോൾ നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു കാര്യം ഇതാണ്, ഞാൻ സേവിക്കുന്ന ദൈവം വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല. മൈ ഫാദർ ഈസ് നോട്ട് ട്രസ്റ്റ് വർത്തി എന്ന ഒരു ആശയമാണ് നമ്മൾ ലോകത്തോട് പറയുന്നത്. അത് വളരെയധികം ഒരു സിൻഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ദൈവത്തോട് ചെയ്യുന്ന ഒരു പാതകമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാക്കണം. ആൻഡ് ദെൻ ലാസ്റ്റ്ലി വി ഹാവ് സീൻ ദാറ്റ് വൈ വി ഷുഡ് നോട്ട് വറി. ഇറ്റ് ക്യാൻ ലീഡ് അപ് ടു എ സിറ്റുവേഷൻ വേർ വി മേ മിസ് ദി സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവ് അല്ലെങ്കിൽ ആ ഡേ അത് വരുമ്പോൾ അത് മിസ് ചെയ്യുവാനുള്ള സാഹചര്യത്തിലേക്ക് ഈ ഭാരങ്ങൾ നമ്മളെ നയിക്കാനിടയായിട്ട്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ കണ്ടത്, നിങ്ങളുടെ ഹൃദയം ഉപജീവന ചിന്തകളാലും അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾ കണി പോലെ വന്ന് പരിപാതിരിപ്പാനിടകൊള്ളട്ടെ. അങ്ങനെ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. വി ഷുഡ് നോട്ട് ബി വറീഡ് അബൌട്ട് ടുമോറോ ബിക്കോസ് നമുക്ക് ചുറ്റുമുള്ളതായ വൃക്ഷങ്ങളെയും സസ്യാദികളെയും പക്ഷികളെയും എല്ലാം ദൈവം നല്ല രീതിയിൽ പോറ്റുന്നുണ്ടെങ്കിൽ തന്റെ കരസ്പർശം കൊണ്ട് തന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത് നമ്മളെ എത്ര അധികമായിട്ട് പരിപോഷിക്കും എന്നുള്ളതായ സത്യമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണുവാനിടയാത്തത്. തുടർന്ന് നമ്മൾ ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ പോകുന്ന 7-ാം അധ്യായം. ഇത് ഗിരിപ്രഭാഷണത്തിന്റെ അവസാനത്തെ അധ്യായമാണ്. മത്തായി സുവിശേഷത്തിൽ കാണുന്ന 5, 6, 7 അധ്യായങ്ങളാണ് ഗിരിപ്രഭാഷണത്തിൽ. അതിന്റെ അവസാനത്തെ ഭാഗത്തിലോട്ട് നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. 7-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് ആരെങ്കിലും വായിക്കാം. അതേസമയം തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള വാക്യങ്ങളും നമുക്ക് വായിക്കണം. Then only we'll be able to understand the context of this passage. Matthew chapter 7 verse 1 to 6 as well as Luke chapter 6 verse 37 to 42. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ലു, നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളവാൻ വെടിപ്പായി കാണും. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. നിങ്ങളുടെ മുത്തുകളെ പന്നുകളുടെ മുമ്പിൽ ഇടുകയും അരുത്. അവ കാൽ കൊണ്ട് അവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചിന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരരുത്. താങ്ക് യു. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന് 37 മുതൽ 42 വരെയുള്ള വാക്യം കൂടെ വായിക്കണം. Luke chapter 6 verse 37 to 42. എന്നാൽ നിങ്ങളെ judge and you will go ahead. Yeah, go ahead. Do not judge and you will not be judged. Do not condemn and you will not be condemned. Forgive and you will be forgiven. Give and it will be given to you. A good measure, pressed down,
shaken together, running over, will be poured into your lap. For with the measure you use, it will be measured to you. He also told them this parable. Can a blind man lead a blind man? Will they not both fall into a pit? A student is not above his teacher, but everyone who is fully trained will be like his teacher. Why do you look at the speck of sawdust in your brother's eye and pay no attention to the plank in your own eye? How can you say to your brother, "Brother, let me take the speck out of your eye," when you yourself fail to see the plank in your own eye? You hypocrite! First take the plank out of your eye, then you will see clearly to remove the speck from your brother's eye. Thank you. വളരെയധികം മനസ്സിലാകുവാനായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം സൃഷ്ടിച്ചതായ ഒരു പാസേജാണിത്. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ ദൈവവചനം പഠിച്ചപ്പോഴാണ് എനിക്ക് ഇതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം, അല്ലെങ്കിൽ യേശുക്രിസ്തു എന്താണ് ഇതിലൂടെ ദൈവസഭയ്ക്ക് കൊടുക്കുവാൻ ഉദ്ദേശിച്ചതായ തീം എന്താണെന്നുള്ളത് മനസ്സിലാക്കുവാൻ എനിക്ക് ഈ ദിവസങ്ങളിലാണ് കൂടുതൽ സാധിക്കാനിടയാക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രികാലം എന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയും ഞാൻ വായിക്കുകയും അതോടൊപ്പം പഠിക്കുകയും ചെയ്തതായ ചില സത്യങ്ങൾ ഇന്ന് രാത്രികാലം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഇന്ന് രാത്രികാലം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. What is Jesus Christ trying to say here? നമ്മൾ ഒന്നാമതായിട്ട് വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ നമ്മുടെ ജീവിതത്തിലോട്ട് വരുവാനായിട്ട് സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ളതായ ഒരു തീമാണോ കർത്താവായ യേശുക്രിസ്തുവിടെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് എന്നുള്ളതായ ഒരു ചിന്ത പലപ്പോഴും നമ്മുടെ മനസ്സിൽ കടന്നു വരാറുണ്ട്. ഇതേ വാക്യം തന്നെ പല വ്യക്തികളും മിസ്കോട്ട് ചെയ്തുകൊണ്ട് വളരെയധികം ദാരുണമായ രീതിയിൽ ഇതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്തതായിട്ടുള്ളതായി നമ്മൾ പല സാധ്യതകൾ കാണുകയുണ്ട്. അതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു വാക്യമായ ആളുകൾ ഇതിന് ഉപയോഗിക്കാറുണ്ട്. ജഡ്ജ് ചെയ്യരുത്, അതുകൊണ്ട് നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യരുത് എന്ന് വളരെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിട്ട് ഈ വാക്യം എടുത്ത് പലവിധമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തു ഇവിടെ എന്താണ് സ്ഥാപിക്കുവാൻ ആഗ്രഹിച്ചത് എന്നുള്ളത് ഇന്ന് രാത്രികാലം നമ്മൾ അല്പ നിമിഷങ്ങൾക്കുള്ളിൽ ചിന്തിക്കുവാനായിട്ട് പോകുകയാണ്. നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ലൂക്കോസിന്റെ സുവിശേഷവും വായിക്കുവാനായിട്ട് പറഞ്ഞത്. When we read these passages together, we will be able to understand the context what Jesus Christ is trying to say here. ഞാൻ ഈ പഠിച്ച അവസരത്തിൽ ഇതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ച രണ്ട് പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ആണ് ഇന്ന് രാത്രികാലം നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നമ്പർ 1, what is not meant by this passage? ഈ പാസേജ് കൊണ്ട് എന്താണ് യേശുക്രിസ്തു മീൻ ചെയ്യാത്തതായ കാര്യങ്ങൾ? What is not meant by this passage? Number 2, what is Jesus Christ meant by this passage? ഈ രണ്ട് ആസ്പെക്ട്സുകളാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. ഈ പഠനത്തിന്റെ ഉപകരണത്തിനായിട്ട് അല്ലെങ്കിൽ പഠനത്തിൻ്റെതായ ഒരു എഫക്റ്റീവ്നെസ്സിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുവാൻ പോകുന്നത് വാട്ട് ഈസ് നോട്ട്. ഈ പാസേജിലൂടെ യേശുക്രിസ്തു പഠിപ്പിക്കുവാൻ ഉദ്ദേശിക്കാത്തതായ അല്ലെങ്കിൽ കാര്യം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുവാനായിട്ട് പോകുകയാണ്. പിന്നീട് യേശുക്രിസ്തു എന്താണ് ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെട്ടത് എന്നുള്ളത് നമ്മൾ കാണുവാനായിട്ട് പോകുകയാണ്. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വാട്ട് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദിസ് പാസേജ്. ഈ പാസേജിലൂടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ we should not conclude some of the things from this passage. Number 1, ഈ പാസേജ് പെട്ടെന്ന് കാണുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഒരു കാര്യം, we should accept all sins. എല്ലാ പാപവും നമ്മൾ എന്തോ ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതായ ഒരു ഡോക്ട്രിൻ അല്ലെങ്കിൽ ഒരു ചിന്ത നമ്മുടെ മനസ്സിലോട്ട് വരുവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ആരെയും വിധിക്കരുത്, ഡോണ്ട് ജഡ്ജ് എനിബഡി എന്നുള്ള ആദ്യത്തെ വാക്യം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരുവാനായിട്ട് സാധ്യതയുള്ള ഒരു കാര്യമാണ് വി ഷുഡ് ആക്സെപ്റ്റ് ഓൾ സിൻസ്. എല്ലാ പാപികളെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, ആരെയും ജഡ്ജ് ചെയ്യുവാൻ നമ്മൾ പാടുകയില്ല എന്നാണ് യേശുക്രിസ്തു ഇവിടെ പറഞ്ഞത് എന്നാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് സാധ്യത. എന്നാൽ അതങ്ങനെയല്ല. എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ കാണുവാനായിട്ട് പോവുകയാണ്. നമ്പർ 2, നമ്മൾ ചിന്തിക്കുവാനായിട്ട് സാധ്യതയുള്ള ഒരു അനദർ റോങ് ഡോക്ട്രിൻ ഇതാണ്, വി ഷുഡ് നോട്ട് ഡിസേൺ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾ. സത്യത്തെയും നുണയെയും അല്ലെങ്കിൽ നീതിയെയും അനീതിയെയും നന്മയെയും തിന്മയെയും തിരിച്ചറിയരുത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഡിസേണിങ് സ്പിരിറ്റ് നമുക്ക് ആവശ്യമില്ല എന്ന്
ഒരു പഠിപ്പിക്കലിന് അല്ലെങ്കിൽ ആവശ്യമില്ല എന്നുള്ളതാണ് ചിന്ത വരുവാനായിട്ട് സാധ്യതയുണ്ട്. വി ഷുഡ് നോട്ട് ഡിസേൺ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾ. അതല്ല യേശു ക്രിസ്തു ഈ പാസേജിലൂടെ നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചത്. വളരെയധികം കെയർഫുൾ ആയിട്ട് നമ്മൾ ചിന്തിക്കണം. നമ്പർ 1, it is not about accepting all sins and accepting all kind of things in this world. നമ്മൾ ഈ ലോകത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുവാനായിട്ട് ദൈവം തന്ന ഒരു ലൈസൻസ് അല്ല ഈ പാസേജ്. We should not consider this as a license to accept everything inside the church and inside the kingdom. It is not like that. Number 2, it is not leading to a theme that we should not be discerning about good and evil. We should be doing that because that is what Jesus Christ meant. We will be seeing that quite later. Number 3, we cannot point out what is wrong. എന്നുള്ള ഒരു ചിന്താഗതി കൂടെ ഇതിലൂടെ വരുവാനായിട്ട് നമ്മളെ സാധിക്കും. We should not point out anything wrong. എന്ത് അനീതി നടന്നാലും നമ്മൾ മിണ്ടാതിരിക്കണം എന്നാണോ ഈ വാക്യം നമ്മളെ കുറിച്ച് പഠിപ്പിക്കുന്നത് എന്നുകൂടി പലപ്പോഴും നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ബ്രോഡ്ലി 3 things I told. Number 1, we should accept all sins. എല്ലാ പാപവും എല്ലാ തെറ്റുകളും നമ്മൾ അംഗീകരിക്കണം. കാരണം കർത്താവ് പറഞ്ഞല്ലോ, don't judge anybody. Number 2, we should not be discerning between good and evil. നന്മയും തിന്മയും തിരിച്ചറിയാതിരിക്കണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങ് ജീവിച്ചാൽ മതി, കാരണം നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യുവാനായിട്ട് പാടില്ല എന്നാണല്ലോ കർത്താവ് പറഞ്ഞത്. മൂന്നാമതായിട്ട്, we cannot point out, we cannot stand against injustice. തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കരുത് എന്നാണോ ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ വളരെ വസ്തുനിഷ്ഠമായിട്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, യേശു ക്രിസ്തു ഉദ്ദേശിച്ചത് ഈ 3 കാര്യങ്ങളല്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടതായിരുന്നു. He didn't mean to establish these things because later point of this chapter or some other references, he has clearly told that we should not accept all sins. Number 2, we should be discerning between good and evil. Number 3, we should point out what is injustice, what is wrong. അപ്പൊ അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു പിന്നീട് ഈ അധ്യായത്തിൽ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് യേശുക്രിസ്തു അതല്ല ഇവിടെ മീൻ ചെയ്തതെന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഇടയാക്കണം. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യമാർക്കുള്ള ഒരാൾക്ക് വായിക്കാൻ, Hebrews chapter 5 verses 14, and somebody else can read 2 Thessalonians chapter 5 verses 21 to 22. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യവും 2 തെസ്സലോനിക്കർ 5-ാം അധ്യായം 21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇതല്ല യേശുക്രിസ്തു ഇവിടെ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. 5:14 അല്ലേ എബ്രായ ലേഖനം? കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. 14-ാം വാക്യല്ലേ? Yeah. So the author of the Hebrews is telling that we should be matured enough to discern between good and evil. So God is expecting us to do that. അപ്പൊ നമ്മൾ പ്രാപിച്ചിട്ടുള്ള പരിശുദ്ധാത്മാവിനാൽ അല്ലെങ്കിൽ ക്രിസ്തീയ പക്വതയിലേക്ക് നമ്മൾ വളരുമ്പോൾ തെറ്റേതെന്നും ശരിയേതെന്നും മനസ്സിലാക്കാനുള്ള ഡിസേണിംഗ് പവർ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. So because of that, we can easily conclude that Jesus Christ didn't mean that we should accept everything in this world. അടുത്ത വാക്യം കൂടെ നമ്മൾ വായിക്കുമ്പോൾ കുറച്ചുകൂടി അത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായി. 2 തെസ്സലോനിക്കർ 5-ാം അധ്യായം 21-22 വാക്യങ്ങൾ. 2 തെസ്സലോനിക്കർ 5:21-22. 2 തെസ്സലോനിക്കർ First Thessalonians ആണോ? Okay, 1 minute. Yeah, there's 5. Is that the verse is like this: test all things, hold fast what is good, abstain from നല്ലത് മുറുകെ പിടിപ്പിൻ, സകലവിധ ദോഷം വിട്ടകലുക. Test all things. Other 1 Thessalonians ആയിരുന്നു Andy, right? 1 Thessalonians, right? Yeah, 5:21. 1 Thessalonians 5:21-22 says like this: test all these things. എന്നിട്ട് എന്ത് ചെയ്യണം? നന്മയുള്ളത് മാത്രം മുറുകെ പിടിക്കുവാനിടയാക്കണം. Hold fast what is good, abstain from every form of evil. വളരെ വസ്തുനിഷ്ഠമായിട്ട് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയിലുള്ള ദൈവസഭയോട് പറയുകയാണ്, തെറ്റുകളെയും ശരിയെയും തിരിച്ചറിയുവാനുള്ള ഒരു കഴിവ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ജീസസ് ക്രൈസ്റ്റ് didn't mean that we should not be discerning evil and good. Jesus Christ didn't mean that we should accept all kinds of sins.
He didn't mean that we cannot point out anything which is wrong or injustice. Praise the Lord. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, വായിക്കേണ്ട, Beloved, do not believe every spirit. എല്ലാ ആത്മാവിനെയും നിങ്ങൾ വിശ്വസിക്കരുത്. But test the spirits whether they are of God, because many false prophets have gone out into the world. 1 യോഹന്നാൻ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്ന വാചകമാണ്, നിങ്ങൾ do not believe every spirit. എല്ലാ ആത്മാക്കളെ എന്ത് ചെയ്യരുത്? വിശ്വസിക്കരുത്. അത് ദൈവത്തിൽ നിന്നുള്ളവയോ ഒന്ന് ചോദന ചെയ്യുവാനുള്ളതായ ഒരു ഡിസേണിങ് സ്പിരിറ്റ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഈ വാക്യങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ആ വാക്യത്തിലോട്ടെല്ലാം പോകേണ്ട കാര്യമില്ല, ഈ 7-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ തുറന്ന് കാണുവാനായിട്ട് പോകുന്നത് നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷവും നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷവും തമ്മിൽ ഡിഫറൻഷിയേഷൻ ബിറ്റ്വീൻ ദ ഫോൾസ് ആൻഡ് ദ ട്രൂ പ്രോഫിറ്റ്സ്, ഹൗസ് ബിൽറ്റ് ഓൺ ദ റോക്ക് ആൻഡ് ഹൗസ് ബിൽറ്റ് ഓൺ ദ സാൻഡ്. ഇതെല്ലാം കർത്താവ് ഇവിടെ പറയുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, we should be having a discerning spirit എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പാസേജ് we should not interpret wrongly to conclude that we have to accept everybody, we have to accept everything, we cannot hurt anybody's feeling. It is not that what Jesus Christ meant. എന്തുകൊണ്ടാണ് ഇത് നമ്മൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് മനസ്സിലാക്കണമെന്ന് പറയുന്നത്? otherwise we will get into the danger of not confronting sin. പാപത്തെ എതിർക്കുവാനുള്ള നമ്മുടെ ശേഷി നഷ്ടപ്പെടുവാനായിട്ടൊരു സാധ്യതയുണ്ട്. ഇഫ് യു ബിലീവ് ദിസ് വേർഡ് റോങ്ലി, എല്ലാ തെറ്റുകളെയും എല്ലാത്തിനെയും അംഗീകരിക്കുവാനായിട്ടുള്ള ഒരു മനസ്സിന് നമ്മൾ വരും. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ആ അടുത്ത ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും വാട്ട് ഈസ് ജീസസ് ക്രൈസ്റ്റ് മെന്റ് ഹിയർ. അപ്പോൾ ഈ വാക്യം റോങ്ങായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വി ക്യാൻ ഗെറ്റ് ഇൻ ടു എ ഡേഞ്ചർ ഓഫ് നോട്ട് കൺഫ്രണ്ടിങ് എനിബഡി. വെൻ ഐ സേ കൺഫ്രണ്ടിങ്, it is not with the wrong intention. That is the whole issue Jesus Christ is dealing with here. എന്നാൽ വളരെ വസ്തുനിഷ്ഠമായി പാപത്തോട് പോരാടേണ്ടതിന്റെ ആവശ്യകത നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയുവാൻ ഇടയായി തീരരുത്. Praise the Lord. അതുപോലെ തന്നെ ഈ വാക്യം നമ്മൾ റോങ് ആയിട്ട് മനസ്സിലാക്കുമ്പോൾ we should not end up in the danger of not discerning what is good and bad. നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഏറ്റവും കാതലായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് we should be able to discern what is good and evil. Based on that, we should be able to take the right decision in our Christian life. അതുകൊണ്ട് തന്നെയാണ് വളരെയധികം വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും, യേശുക്രിസ്തു ഇവിടെ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ ഇതിൽ നിന്നും കൺക്ലൂഡ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു വാട്ട് ഹി ഡിഡ് മീൻ ഫ്രം ദിസ് പാസേജ്. നമ്പർ 1, we should accept all sins. Number 2, we should not discern between good and evil. Number 3, we should not point out what is wrong or injustice. അതല്ല യേശുക്രിസ്തു ഇതിലൂടെ പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചത് എന്നുള്ളത് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് മുന്നോട്ട് പോകാം. വളരെ പ്രധാനപ്പെട്ട അടുത്ത ചിന്ത എന്താണ്? Then what Jesus Christ is trying to address here? എന്താണ് യേശുക്രിസ്തു ഇവിടെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് കൂടി നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പാസേജ് മുഴുവനായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു പ്രധാനമായിട്ടും അഡ്രസ് ചെയ്യുന്ന 4 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ജീസസ് ക്രൈസ്റ്റ് is mainly addressing 4 things here through this passage. There are a lot of other things, but എന്നെ ചിന്തിപ്പിക്കുകയും ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നിയ 4 കാര്യങ്ങൾ ഇന്ന് രാത്രികാലം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. Number 1, Jesus Christ is addressing the attitude of criticizing people with wrong intention. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ആളുകളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന വിത്ത് റോങ് ഇന്റൻഷനോടുകൂടി ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു പ്രവണതക്കെതിരെയാണ് യേശുക്രിസ്തു ഇവിടെ മുന്നോട്ട് വരുന്നത്. കാരണം പരീക്ഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അവരുടെ മനസ്സിൽ ഒരു അഹംഭാവമുണ്ട്, ഞങ്ങളാണ് എല്ലാത്തിലും നല്ലവരായിട്ടുള്ള ആളുകൾ, വി ആർ പെർഫെക്റ്റ് പീപ്പിൾ. അതുകൊണ്ട് തന്നെയാണ് പരീക്ഷന്റെയും ഒരു ചുങ്കക്കാരന്റെയും പ്രാർത്ഥനയുടെ അവസരത്തിൽ നമ്മൾ കാണുവാനായിട്ട് സാധിച്ചു. പരീക്ഷൻ പ്രാർത്ഥിച്ചു, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല ഞാൻ അല്ലായിക, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. He was bringing the comparison between him and the person who is a sinner. But at the same time, he himself is a sinner. അതാണ് യേശുക്രിസ്തു തുറന്ന് പഠിപ്പിക്കുവാനായിട്ട് പോകുന്നത്. യേശുക്രിസ്തു പറഞ്ഞതിന്റെ മറ്റൊരു കാര്യം ഇതാണ്, നിന്റെ കണ്ണിൽ കോലിരിക്കുമ്പോൾ എങ്ങനെയാണ് നിനക്ക് കരടെടുക്കുവാനായിട്ട് തോന്നുന്നത്? ആ പോയിന്റ് അതിലോട്ട് വരുന്നതുകൊണ്ട് ഞാൻ അതിലോട്ട് ഇപ്പോൾ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. സോ ദ നമ്പർ 1 തിങ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് ഈസ് ട്രൈങ് ടു അഡ്രസ് ഹിയർ ഈസ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രിട്ടിസൈസിങ് വിത്ത് റോങ് ഇന്റൻഷൻ.
1 ശമൂവേൽ 16 അധ്യായം 7 വാക്യം വളരെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു വാക്യമാണ്. 1 ശമൂവേൽ 16 അധ്യായം 7 വാക്യം. Can we read that verse? 1 Samuel chapter 16 verse 7. യഹോവ ശമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. ശ്രദ്ധിക്കുക, ഇവിടെ ശമൂവേലിനോട് ദൈവം പറയുന്നു, നീ പൊക്കമോ ഉയരമോ ഒന്നും നോക്കരുത്, ദൈവം ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു വ്യക്തിയെ ജഡ്ജ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുമ്പോൾ we can enter into a zone of criticism. എന്ന് പറഞ്ഞാൽ ഒരു റോങ് ഇന്റൻഷനോടുകൂടി അവനെ തരം താഴ്ത്തിക്കെട്ടത്തക്ക രീതിയിൽ നമ്മൾ അവനെ പരിഹസിക്കുകയും അവനോടുള്ളതായ നമ്മുടെ സമീപനത്തിൽ ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങൾ സംസാരിക്കുകയും അതുപോലെ തന്നെ അവൻ ചെയ്ത തെറ്റിനെ അവനെ കറക്റ്റ് ചെയ്യുക എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി അല്ലാതെ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുന്ന പലവിധമായ കാര്യങ്ങൾ നമ്മൾ കാണുവാനായിട്ട് ഇടയാത്തിരുന്നുണ്ട്. അതിനെല്ലാം നമ്മൾ പ്രാക്ടിക്കലായിട്ട് വി ആർ ഗോയിങ് ടു സീ ഓൾ ദി ആസ്പെക്ട്സ് ഓഫ് ദാറ്റ് ആഫ്റ്റർ ഐ എക്സ്പ്ലെയിൻ ദിസ് പോയിന്റ്സ്. അപ്പോൾ യേശുക്രിസ്തു ഇവിടെ പറഞ്ഞത്, നിങ്ങൾ ഒരു വ്യക്തിയെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. യു ഷുഡ് നോട്ട് ക്രിട്ടിസൈസ് ഹിം വിത്ത് എ റോങ് ഇന്റൻഷൻ. എന്ന് പറഞ്ഞാൽ യുവർ ക്രിറ്റിസിസം ഷുഡ് ബി ഒബ്ജക്റ്റീവ്. ക്രിറ്റിസിസം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുന്നതിനേക്കാൾ, നിങ്ങൾ ഒരു വ്യക്തിയിൽ ഒരു തെറ്റ് കണ്ടാൽ, നിങ്ങൾ ഒരു വ്യക്തിയിൽ ഒരു പാപം കണ്ടാൽ, നിങ്ങൾ ഒരു വ്യക്തിയിൽ ചെയ്യരുതാത്ത ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അവനെ സ്നേഹത്തോടുകൂടി അവനെ റിസ്റ്റോർ ചെയ്യത്തക്ക രീതിയിൽ അവനോട് നേരിട്ട് സംസാരിക്കുവാനായിട്ടുള്ള ഒരു മനോഭാവം നിനക്കുണ്ടായിരിക്കണമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞതിന്റെ അർത്ഥം. അതല്ലാതെ ആ വ്യക്തിയെ തരം താഴ്ത്തുവാൻ, ആ വ്യക്തിയെ പാലടിക്കുവാൻ, ആ വ്യക്തിയെ ഇല്ലാതാക്കുവാനായിട്ടുള്ള ഇന്റൻഷനോടുകൂടി അവൻ ചെയ്ത തെറ്റിനെ മറ്റുള്ളവരോട് പറയുകയും അവൻ ചെയ്ത തെറ്റിനെ അവനോട് പറയാതെ മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തോട് നമ്മൾ ഏറ്റു പറയണം, കർത്താവേ, മൈ ഇന്റൻഷൻ ഷുഡ് ബി വെരി ക്ലിയർ വെൻ ഐ ബ്രിങ് ഔട്ട് സംതിങ് വിച്ച് ഈസ് റോങ് അബൌട്ട് മൈ ബ്രദർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വ്യക്തിയിൽ കാണുന്ന തെറ്റിനെ അവനെ സ്നേഹത്തോട് വിളിച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കുവാനും, സഹോദര സഹോദരി നീ ചെയ്തത് തെറ്റായിപ്പോയി, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ യു ഷുഡ് നോട്ട് ഹാവ് ഡൺ ദിസ് എന്ന് സ്നേഹത്തോടു കൂടി അവനെ പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ളതായ ഒരു ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ പിന്നിലെ ഉദ്ദേശം എന്ന് പറയുന്നത് അവനെ താളടിക്കുക എന്നുള്ളതല്ല. അവന്റെ പിന്നിലെ ഉദ്ദേശം എന്ന് പറയുന്നത് we need to construct him again. ഹല്ലേലൂയ. നമുക്കറിയാം യേശുക്രിസ്തു പത്രോസിനെ റിസ്റ്റോർ ചെയ്യുവാനായിട്ട് പോയ കഥ. ഒരുപക്ഷെ അവൻ ചെയ്ത തെറ്റിനെ പബ്ലിക്കായിട്ട് താളടിക്കാമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു അവൻ ഗെനസരേത്ത് തടാകത്ത് പോയ സ്ഥലത്ത് യേശുക്രിസ്തു അവനെ തേടിയെത്തിയിട്ട് പറയുകയാണ്, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നു? ഡു യു ലവ് മീ മോർ ദാൻ ദിസ്? അങ്ങനെയുള്ള ഒരു സ്നേഹത്തിന്റെ മനോഭാവത്തോടു കൂടിയതായ ഒരു സമീപനമാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ എന്താണ് യേശുക്രിസ്തു ഇവിടെ വിവക്ഷിക്കുവാൻ അല്ലെങ്കിൽ യേശുക്രിസ്തു ഇവിടെ സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രിട്ടിസൈസിങ് വിത്ത് റോങ് ഇന്റൻഷൻ. ഈ തലത്തിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ, തെറ്റ് ചെയ്ത വ്യക്തിയെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു ഫർഗീവിംഗ് ഹാർട്ടോടുകൂടി ആയിരിക്കും. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്കെതിരെ ഒരു വ്യക്തി തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെയോ അല്ലാതെ നിങ്ങളെ ബാധിക്കത്തക്ക രീതിയിൽ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സമീപിക്കേണ്ടത് വളരെയധികം ക്ഷമാപൂർവമുള്ള ഒരു മനസ്സുതിയോടുകൂടി ആയിരിക്കണം ആ വ്യക്തിയെ നമ്മൾ സമീപിക്കേണ്ടത്. വി ഷുഡ് ബി ഹാവിംഗ് എ ഫർഗീവിംഗ് ഹാർട്ട്, ആൻഡ് അറ്റ് ദ സെയിം ടൈം we should be able to talk to him freely and say that whatever you have done has created some problem, and അവനെ ആ വ്യക്തിയെ അതിൽ കൺവിൻസ് ചെയ്യുവാനായിട്ട് പരിശുദ്ധാത്മാവിൽ നമുക്ക് സാധിക്കുമെങ്കിൽ we are gaining one soul, we are gaining him back to Christ. അതല്ലാതെ അവനെ നശിപ്പിക്കുവാൻ, അവൻ ഒരു കാലത്തും ഇനി ഉയരരുത് എന്ന രീതിയിൽ അവനെ നശിപ്പിക്കുവാനുള്ള റോങ് ഇന്റൻഷനോടുകൂടി നമ്മൾ എന്തെല്ലാം ചെയ്താലും, ഞാൻ പറയട്ടെ, കർത്താവിടെ പറയുന്നു, അതിനെയാണ് കർത്താവിടെ വിമർശിക്കുവാൻ, അല്ലെങ്കിൽ അതിനെതിരെയാണ് കർത്താവിടെ, പരീക്ഷന്മാരുടെ ആ മനോഭാവത്തെയാണ് കർത്താവിടെ ഒന്നാമതായിട്ട് എതിർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഡു നോട്ട് ജഡ്ജ് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ക്രിട്ടിസൈസ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. വളരെ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ കൂടി ചിന്തിക്കുവാനായിട്ടുള്ളത് കൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്.
രണ്ടാമതായി യേശുക്രിസ്തു ഈ പാസേജിലൂടെ അഡ്രസ് ചെയ്യുവാൻ ശ്രമിക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രിട്ടിസൈസിങ് വിത്ത് റോങ് സ്റ്റാൻഡേർഡ്സ്. ശരിയായ സ്റ്റാൻഡേർഡ് ഇല്ലാതെ ഒരു വ്യക്തിയെ ക്രിട്ടിസൈസ് ചെയ്യുവാൻ, ഒരു വ്യക്തിയെ വിധിക്കുവാൻ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തരം പറ്റിക്കുവാൻ ശ്രമിക്കുന്ന രീതിയെ കർത്താവ് ഇവിടെ ധൈര്യമായിട്ട്, അല്ലെങ്കിൽ കർത്താവ് ഇവിടെ വളരെ വ്യക്തമായിട്ട് അതിനെതിർക്കുകയാണ്. ഞാൻ വെനേസെ റോങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വായിച്ചു, മനുഷ്യർ പുറമേ ഉള്ളത് കാണുന്നു, എന്നാൽ ദൈവമോ അകമയുള്ള ഹൃദയത്തെ കാണുന്നു. ഞാൻ പറയുന്നത്, ഒരു വ്യക്തി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കുവാൻ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ഹൃദയത്തിന്റെ മനോഭാവത്തിന്റെ വ്യത്യസ്തതയിൽ ഒരു വ്യക്തി ചെയ്യുന്ന നല്ല കാര്യത്തെ പോലും റോങ് ഇന്റൻഷനോടുകൂടി കാണുവാൻ പലരും ശ്രമിക്കാറുണ്ട്. എന്നാൽ ദൈവമാണ് അവർ ഹൃദയങ്ങളെ അറിയുന്നത്. അതുകൊണ്ട് let us not conclude something from one person's behavior or one person's statement without asking the guidance from the Holy Spirit. Praise Lord. ഇവിടെ കർത്താവ് പറയുന്നത്, യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 24-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട്. അത് വളരെ ഇറ്റ്സ് വെരി ക്രിസ്റ്റൽ ക്ലിയർ. Can we read John chapter 7 verse 24? യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാമോ? കാഴ്ച പ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പീൻ. നീതിയുള്ള വിധി വിധിപ്പീൻ. Don't judge by mere appearances, but instead judge correctly. ശ്രദ്ധിച്ചേ, എത്ര ഉദാത്തമായിട്ടുള്ള പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പുറമേ കാണുന്ന പല കാര്യങ്ങൾ കൊണ്ട് അവൻ ഒരു വിശുദ്ധനല്ല എന്ന് പറയാൻ വരട്ടെ. Let us hold on. ഒരു വ്യക്തിയെ കാണുമ്പോൾ he is not mature എന്ന് വിധി കൽപ്പിക്കാൻ വരട്ടെ. ഒരു പക്ഷേ അവന്റെ രീതി അങ്ങനെ ആയിരിക്കാം. Let us not jump into conclusion by seeing his appearance. അതുകൊണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, മോഡസ്റ്റ് ആയിട്ട് വസ്ത്രം ധരിക്കരുത്, അങ്ങനെ ആ രീതിയിലോട്ടല്ല ഞാൻ പോകുന്നത്. Don't misunderstand me. All those things are whatever is written in the word of God has to be followed properly. But at the same time, based on I have seen people judging others by just looking at the color of the shirt. Praise the Lord. അതല്ലെങ്കിൽ അവൻ നടന്ന രീതി ശരിയല്ല എന്ന് പറഞ്ഞ് ജഡ്ജ് ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ നോക്കിയ രീതി ശരിയല്ല എന്ന് പറഞ്ഞ് ജഡ്ജ് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. Let us not bring wrong standards into church. Let us not bring wrong standards into Christian life and society and judging people with wrong standards. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അളക്കുന്ന അളവിനാൽ തന്നെ നിങ്ങൾക്ക് അളന്നു കിട്ടും. നിങ്ങളെ ദൈവം വെച്ചിട്ടല്ലാത്ത സ്റ്റാൻഡേർഡ് അല്ലാതെ നിങ്ങളെ കൊണ്ട് മറ്റൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുവാൻ ദൈവം നിങ്ങളുടെ കയ്യിൽ ഉടമസ്ഥാവകാശം ഏൽപ്പിച്ചിട്ടില്ല. God has not given you ownership to create a different set of standards. Praise the Lord. We should be very careful about that. ദൈവവചനത്തോട് കൂട്ടുവാനോ ദൈവവചനത്തോട് കുറയ്ക്കുവാനോ നമുക്ക് യാതൊരു വിധമായ അവകാശവുമില്ല. അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ പുറമേ കാണുന്ന പല കാര്യങ്ങളാലും നമ്മുടെ ഇൻഡ്യൂഷൻസ് വെച്ചും നമ്മുടെ കൾച്ചറൽ പെർസ്പെക്റ്റീവ് വെച്ചുകൊണ്ടും നമ്മുടേതായ ചിന്താഗതികൾ വെച്ചുകൊണ്ടും നമ്മുടേതായ ട്രഡീഷൻസ് വെച്ചുകൊണ്ടും നമ്മുടേതായ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടും ഒരു വ്യക്തിയെ ജഡ്ജ് ചെയ്യുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. Praise the Lord. Amen. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ഞാൻ കണ്ടിട്ടുള്ളിടത്തോളം വെച്ച ആ എക്സ്പീരിയൻസ് വെച്ച് ഇവൻ ശരിയല്ല എന്ന് പറയുവാനായിട്ട് നമുക്ക് യാതൊരു വിധമായ അവകാശമില്ല. It should be black and white. Based on the word of God only you will be able to say that whether whatever we have done is wrong or not. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അങ്ങനെ ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ, ബിബ്ലിക്കൽ സ്റ്റാൻഡേർഡിൽ ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവനെ സ്നേഹത്തോടുകൂടി റിസ്റ്റോർ ചെയ്യുവാൻ ദൈവം നമ്മെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. That doesn't mean that we have to shut our eyes against evil and sin. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അതല്ല കർത്താവ് ഉദ്ദേശിച്ചത്. പക്ഷേ your intention should be pure and your standard should be the word of God. Praise the Lord. Amen. Hallelujah. എന്നാൽ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്
ബൈബിൾ പാപമെന്ന് വിളിക്കുന്നതിനെ പാപമെന്ന് വിളിക്കുവാനും ബൈബിൾ പാപമല്ല എന്ന് പറയുന്നതിനെ പാപമല്ല എന്ന് പറയുവാനുമുള്ള ഒരു ധൈര്യം ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. ഹല്ലേലൂയ. പക്ഷെ ഞാൻ വേദനയോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ സഭകൾ റോങ് ആയിട്ട് ജഡ്ജ് ചെയ്തിട്ടുള്ള പല വ്യക്തികളും ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിന്റെ ഉത്തരവാദിത്വം ദൈവം നമ്മോട് ചോദിപ്പാനായിട്ടിടയാക്കിയിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ, കർത്താവേ, ബിക്കോസ് ഓഫ് മൈ റോങ് ജഡ്ജ്മെന്റ്, ഇഫ് എനിബഡി ഹാസ് ഗോൺ അവേ ഫ്രം യു ലോർഡ്, ഐ ആം റിയലി സോറി ലോർഡ് ജീസസ്. നമ്മുടെ സഭയിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ സ്നേഹത്തോടുകൂടി അവനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, പുറമെ കാണുന്ന പല കാര്യങ്ങൾ കൊണ്ടും അവനെ നമ്മൾ ജഡ്ജ് ചെയ്ത് അവൻ കൊള്ളരുതാത്തവനാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരവസ്ഥയിലേക്ക് അവൻ കൊണ്ടുവരികയും മാനസികമായി ആ വ്യക്തി തളർന്നു പോവുകയും ദൈവത്തെങ്കിലേക്ക് പിന്നീട് വരാത്ത ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുവാൻ നമ്മൾ ഉത്തരവാദിത്തരായി തീർന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം ദൈവത്തോട് നമുക്ക് ക്ഷമ പറയാം. കർത്താവേ, let me have a welcoming attitude and with a right intention in my heart. Praise the Lord. Hallelujah. Amen. എന്റെ ജീവിതത്തിൽ വളരെ രസകരമായി തോന്നുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ICPF വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നാട്ടിൽ വെച്ച് ഒരു പുതിയതായ വിദ്യാർത്ഥിയെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ മീറ്റിങ്ങിലോട്ട് കൊണ്ടുപോകാൻ ഇടയാക്കിയിരുന്നു. അദ്ദേഹം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു. ഞാൻ പറഞ്ഞു, സാറേ, ഇദ്ദേഹം പുതുതായിട്ട് നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ മീറ്റിങ്ങിലോട്ട് വന്ന വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേര് എഫ്രൈം എന്നായിരുന്നു. ഈ വ്യക്തി ഈ സ്റ്റുഡന്റിന് കൈ കൊടുത്തിട്ട് പറഞ്ഞു, എഫ്രൈം മറിച്ചിടാത്ത ദോശ. ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് തന്നെ അവന്റെ മുഖം വാടിപ്പോകുന്നു ഞാൻ കാണുവാനിടയായി തീർന്നു. the first day of introducing one person who is coming to our meeting first time, and this person, an elderly person, is telling, hello, നിന്റെ പേര് എഫ്രൈം എന്നാണോ? എഫ്രൈം എന്ന വാക്കിന്റെ അർത്ഥം മറിച്ചിടാത്ത ദോശ. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. വളരെ വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ വളരെ കാഷ്വൽ ആയിട്ട് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആ ഒരു വ്യക്തിയെ തകർക്കുവാനായിട്ട് ഇടയാക്കിയിരുന്നു. റോങ് ജഡ്ജ്മെന്റ് വിത്ത് റോങ് സ്റ്റാൻഡേർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മുടെ ഷേക്ക് ഹാൻഡുകൾ, നമ്മുടെ ജഡ്ജ്മെന്റുകൾ, നമ്മുടെ ഒരു വ്യക്തിയെ കുറിച്ചുള്ളതായ നമ്മുടെ വീക്ഷണത്തിനെല്ലാം ഇന്ന് രാത്രികാലം മാറ്റങ്ങൾ വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ റോങ് ഇന്റൻഷനോട് റോങ് സ്റ്റാൻഡേർഡോടുകൂടി പലരെയും നമ്മൾ നമ്മുടെ രീതിയിലല്ലാതെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം അവരോട് പോയി ക്ഷമ പറയുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മുന്നോട്ട് പോകട്ടെ. ഇതിന്റെ 2-3 പ്രാക്ടിക്കൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അതിന്റെ 3ാമത്തെ പോയിന്റിലോട്ട് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. Getting involved in situations where you should not be involved. നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ റോങ് ആയിട്ടുള്ള ജഡ്ജ്മെന്റിൽ എത്തുവാനായിട്ട് സാധ്യതയുണ്ട്. വെയിറ്റ്. Being too harsh even when speaking the truth. സത്യം പറയുമ്പോൾ തന്നെ വളരെ ഹാർഷായിട്ട് സംസാരിക്കുമ്പോൾ മറ്റൊരു വ്യക്തിയെ തകർക്കുവാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. All these practical statements have been told by Dr. Ray. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങൾ എന്നെ വളരെ ചിന്തിപ്പാനിടയാക്കിയിരുന്നു ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ. Other practical thing is that blowing small things all out of proportion. ഒരു ചെറിയൊരു കാര്യം വളരെ വലുതാക്കി കാണിക്കുന്നതായ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മൾ അതിനോട് ക്ഷമ പറയാനിടയാക്കണം. മറ്റുള്ളവരുടെ പാപം maximizing the sin of others. മറ്റുള്ളവരുടെ പാപത്തെ, തെറ്റിനെ വലുതാക്കി ചൂണ്ടിക്കാണിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തോട് നമുക്ക് ക്ഷമ പറയാം. പാസിംഗ് അലോങ് ഗോസിപ്പ് ടു അതേഴ്സ്. മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റം മറ്റുള്ളവരോട് പറയുവാൻ നമുക്കൊരു വ്യഗ്രതയുണ്ടെങ്കിൽ യു ആർ പാസിംഗ് റോങ് ജഡ്ജ്മെന്റ്. ബി കെയർഫുൾ. Saying something very critical and then trying to cover it up by saying don't say to anybody. നമ്മൾ വളരെ വളരെ സാധാരണയായി ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറയരുതെന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരോട് പറയുന്നു. Don't do that.
ഇതെല്ലാം ഞാൻ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യുവാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മുന്നോട്ട് പോകാം. യേശു ക്രിസ്തു ഇവിടെ പ്രതികരിക്കുന്നതിന്റെ ഒന്നാമത്തെ കാര്യം the attitude of criticizing with wrong intention. Number 2, the attitude of criticizing with wrong standards. മൂന്നാമതായിട്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം കർത്താവ് സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ജീസസ് ക്രൈസ്റ്റ് is addressing the Christians to be sensitive about their state. നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാകണമെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അതാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ കണ്ണിൽ ഒരു കോലിരിക്കുമ്പോൾ ഹൗ ഡെയർ യു ഗോ ആൻഡ് സീ സംബഡി എൽസ് ഡസ്റ്റ്. എന്ത് ധൈര്യത്തിലാണ് നീ മറ്റുള്ളവന്റെ കണ്ണിലെ കരടെടുക്കുവാനായിട്ട് പോകുന്നത്? ഫസ്റ്റ് യു സെറ്റിൽ യുവർ ഇഷ്യൂ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ കണ്ണിലുള്ള കോല് എത്ര വലുതാണ്, എന്നിട്ടും അത് കാണാതെ മറ്റുള്ളവരുടെ സഹോദരന്റെ കണ്ണിലെ കരടെടുക്കുവാനുള്ള നമ്മുടെ വ്യഗ്രത എത്രമാത്രമാണെന്ന് ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ പരിശോധിക്കാൻ ഇടയാക്കുന്നു. Are we losing our sensitivity? നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മളോട് പ്രക്രിയ ചെയ്യുവാനുള്ളതായ ആ സ്വാതന്ത്ര്യം നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പാപങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവന്റെ പാപത്തെ അന്വേഷിക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാരൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് നമുക്ക് ക്ഷമ പറയാൻ, കർത്താവേ, ഐ ആം റിയലി സോറി, ഫസ്റ്റ് ലെറ്റ് മീ സെറ്റിൽ ഡൗൺ മൈ ഇഷ്യൂസ്. അതിന്റെ ഒരു കോൺട്രാസ്റ്റ് കൂടി കർത്താവോട് പറയുന്നുണ്ട്. എന്റെ കണ്ണിലുള്ള കോല് അവന്റെ കണ്ണിൽ കരടിനേക്കാൾ എത്രയോ വലുതായിട്ടും അത് കണ്ടിട്ടില്ല എന്നുള്ള ഭാവനയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വാട്ട് എ പാത്തറ്റിക് സിറ്റുവേഷൻ ഇറ്റ് ഈസ്. നമ്മുടെ കണ്ണിലെ കരടെന്നല്ല അവിടെ ഉദ്ദേശിച്ചത്. കർത്താവ് പറഞ്ഞു, നമ്മുടെ കണ്ണിൽ കരടിരിക്കുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവന്റെ കണ്ണിലെ കരടെടുക്കാനായിട്ട് പോകുന്നത് എന്നല്ല കർത്താവ് പറഞ്ഞു. നമ്മുടെ കണ്ണിൽ കോലിരിക്കുമ്പോൾ താരതമ്യേന കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ how comfortably you are judging others, shame on you. Praise the Lord. ആദ്യം സ്വന്തം കണ്ണിലെ കോലെടുക്കൂ. Do something to take out that, then go and judge others. Hallelujah. Praise God. ഇതിന്റെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. വിത്ത് റോങ് ഇന്റൻഷനോടുകൂടി ഒരു വ്യക്തി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥത്തിന്റെ അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഒരു കൺക്ലൂഷൻ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈവൻ ദോ ഇറ്റ് മേ ബി ഹാർഷ്, ലെറ്റ് മീ ടെൽ യു, ഇഫ് യു ആർ ടു മച്ച് ഈഗർ ടു ഫൈൻഡ് ഔട്ട് ദ ഡസ്റ്റ് ഇൻ സംബഡീസ് എൽസ് ഐ, ലെറ്റ് മീ ടെൽ യു, യു ആർ വാക്കിംഗ് വിത്ത് എ സ്റ്റിക്ക് ഇൻ യുവർ ഐ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ തെറ്റ് കാണുവാനായിട്ടുള്ള വ്യഗ്രത കൂടുതലുണ്ടെങ്കിലും ഇന്ന് രാത്രിക്കാലം ഒരു വാണിംഗ് ആയിട്ട് എടുത്തോളൂ. നിന്റെ കണ്ണിൽ ഒരു കോലുണ്ടെന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ അടങ്ങാത്ത മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കണം എന്നുള്ള അടങ്ങാത്തൊരു വ്യഗ്രത ഉണ്ടെങ്കിൽ, മറ്റുള്ളവരെ തരം താഴ്ത്തണമെന്നുള്ള ഒരു വ്യഗ്രത ഉണ്ടെങ്കിൽ, ബി കെയർഫുൾ, യു ആർ വാക്കിംഗ് വിത്ത് സംതിങ് ബിഗർ ഇൻ യുവർ ഐസ്. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ അവൻ രാജാവായിരുന്ന സമയത്ത് ശൗലിന്റെ വസ്ത്രത്തിന് അഗ്രം മുറിച്ചപ്പോൾ ഉറങ്ങുവാൻ പറ്റാത്തതായ ദാവീദ്, ഹിസ് ഹാർട്ട് വാസ് സോ സെൻസിറ്റീവ്. അവിടെ എഴുതിയിരിക്കുന്നത് ശൗലിന്റെ വസ്ത്രത്തിന്റെ അഗ്രം മുറിച്ചപ്പോൾ അവനൊന്നും ഉറക്കം വന്നില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ അതേ ദാവീദ് നാളുകൾ കഴിഞ്ഞപ്പോൾ കൊലപാതകവും വ്യഭിചാരവും എല്ലാം ചെയ്തിട്ട് നാഥാൻ പ്രവാചകൻ അവനോട് വന്ന് പറയുമ്പോൾ അവൻ പറയുന്നു, ആ മനുഷ്യൻ മരിക്കണം. ഡേവിഡ്, വാട്ട് ഹാപ്പൻ ടു യു? നിന്റെ കണ്ണിലെ കോലിരിക്കുമ്പോൾ ഹൗ ഡെയർ യു ആർ ഏബിൾ ടു സേ ദാറ്റ് സംബഡി എൽസ് ഷുഡ് ഡൈ? നാഥാൻ പറഞ്ഞു, അത് നീ തന്നെയാണ് എന്ന് ദാവീദിനോട് പറഞ്ഞപ്പോഴാണ് ദാവീദിന്റെ ജീവിതത്തിൽ അങ്ങനെയാണ് 51-ാം സങ്കീർത്തനം ദാവീദ് എഴുതി പറഞ്ഞ, കർത്താവേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ക്രിയേറ്റ് എ ക്ലീൻ ഹാർട്ട് ഇൻ മീ ആൻഡ് എ സ്റ്റെഡ്ഫാസ്റ്റ് സ്പിരിറ്റ്. Are we losing sensitivity these days? ശിംശോന്റെ കാര്യം നമുക്കറിയാം. ശിംശോന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിരന്തരമായി വസിച്ചുകൊണ്ടിരുന്നു. എന്നാൽ one point of time when he fell into sin, പാപത്തിൽ വീണുപോയപ്പോൾ
ഫെലിസ്തർ അവൻ ആക്രമിക്കുവാൻ വന്നപ്പോൾ അവിടെ ഒരു വാചകം എഴുതിയിട്ടുണ്ട്, he stood as if God was with him. അവൻ ദൈവം തന്നോട് കൂടെ ഉണ്ടെന്നുള്ള തോന്നലിൽ അവൻ എഴുന്നേറ്റ് ഫെലിസ്തരെ ആക്രമിക്കുവാനായിട്ട് പോയി. So dangerous situation. ആ തോന്നൽ അവൻ എവിടെ നിന്ന് വന്നു? Because of his experience. But let me tell you, he lost his sensitivity and he was thinking God is with him. പക്ഷെ അവന്റെ നഷ്ടപ്പെട്ട സെൻസിറ്റിവിറ്റി അവന് തിരിച്ചു കിട്ടുമായിരുന്നെങ്കിൽ, ദൈവമേ നീ എന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി, നീ എന്നിൽ നിന്നും അകന്നുപോയി എന്നുള്ള മനസ്സിലാക്കുവാനുള്ള ഒരു സെൻസിറ്റിവിറ്റി, നമ്മുടെ കണ്ണിലെ കോല് കാണുവാനുള്ളതായ ഒരു സെൻസിറ്റിവിറ്റി നമുക്കുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളെ സഹായിക്കുവാനായിട്ട് ഇടയായി. സങ്കീർത്തനം 127 അധ്യായത്തിൽ പറയുന്ന, യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ എന്ത് ചെയ്യുന്നു? വൃഥാധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. Until God builds the house, the people who are building, their effort is in vain. എന്നാൽ ഇന്ന് പറ്റിയ പരാജയം എന്ന് പറഞ്ഞാൽ, യഹോവ വീട് പണി നിർത്തിയിട്ടും നമ്മൾ പണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. We are still continuing to build even though God has stopped. കാരണം എന്തെന്നറിയാമോ? നമ്മുടെ വിചാരം യഹോവ കൂടെ ഉണ്ടെന്നുള്ളതാണ്. എന്നാൽ യഹോവ പണി നിർത്തിയിട്ട് നാളുകളായി. ഇന്ന് രാത്രി കാലം ദിവസം നമ്മെ തന്നെ പരിശോധിക്കാം. നമ്മുടെ ആത്മീയ ജീവിതത്തെ, നമ്മുടെ കുടുംബ ജീവിതത്തെ, നമ്മുടെ ചർച്ചിനെ, നമ്മുടെ സൊസൈറ്റിയെ ദൈവം ബിൽഡ് ചെയ്യുവാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാത്രി കാലം ഏറ്റു പറഞ്ഞുകൊണ്ട്, കർത്താവ് യു കം ബാക്ക് ടു മൈ ബിസിനസ് എന്ന് ഏറ്റു പറയുന്നെങ്കിൽ, ദൈവത്തെ നമ്മുടെ പണിയിലേക്ക്, ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക്, ദൈവത്തെ നമ്മുടെ നിരന്തരമായ ആക്ടിവിറ്റീസിലേക്ക് ക്ഷണിക്കുവാനുള്ളതായ ഒരു മനോഭാവം ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു. Until unless you realize that God has left, you will not be able to take this action. Hallelujah. കർത്താവ് പറയുന്നു, before you step out to correct somebody, before you step out to take the best, first to settle your wishes. സെൻസിറ്റിവിറ്റിയിലേക്ക് നീ തിരിച്ചു വാ. നിന്റെ കണ്ണിൽ ഒരു കോലുണ്ടെന്നുള്ളതായ ഒരു ബോധം ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പെരുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. Jesus Christ is addressing the attitude of criticizing with wrong intention. Number 2, the attitude of criticizing with wrong standards. Number 3 is defining a state of sensitivity among Christians. Hallelujah. നമ്മുടെ ജീവിതത്തിൽ നിന്നും സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നമുക്ക് ഏറ്റു പറയാം, കർത്താവേ, I'm really sorry. I'm really sorry. Praise the Lord. ഏറ്റവും അവസാനമായ ഒരു ചിന്ത കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ഉദാത്തമായിട്ടുള്ള ഒരു ചിന്തയാണിത്. Jesus Christ is trying to define a state of a sought after society which is very ideal in finding their own faults by themselves. ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. യേശുക്രിസ്തുവിടെ സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു തത്വം എന്ന് പറയുന്നത്, എല്ലാവരും അവന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള, അവന്റെ ഡിസൈപ്പിൾസ് ആയിട്ടുള്ള എല്ലാവരും തന്നെത്താൻ തന്നെ ഒരു സെൻസിറ്റിവിറ്റി ഉള്ളവരാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ കരട് കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയെ വരത്തില്ലായിരുന്നു. പറഞ്ഞ ആശയം നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. If everybody can independently take care of their rights, എല്ലാവർക്കും അവരുടേതായ ക്രിസ്തീയ ജീവിതം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഈ വാക്യത്തിന്റെ റിലവൻസ് തന്നെ ഇല്ല. കാരണം you don't have to take the dust out of somebody's eye because he would have already taken care of that. Praise the Lord. യേശുക്രിസ്തുവിടെ സ്ഥാപിച്ച ആശയം നിങ്ങൾക്കറിയാമോ? ദൈവവചനം എന്ന് പറയുന്നത് നമുക്കും ആ സഹോദരനും ഒരുപോലെയാണ്. മറ്റൊരു സഹോദരൻ വന്ന് പറഞ്ഞു തിരുത്തേണ്ട യാതൊരു കാര്യവുമില്ല. ദൈവവുമായിട്ട് നിനക്കൊരു അഭേദ്യമായ ബന്ധമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ നിന്റെ കണ്ണിലെ കോലിനെ കാണിച്ചു തരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾക്കെതിരെ ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്തു, എന്തെങ്കിലും തെറ്റ് ചെയ്തു, എന്തെങ്കിലും പറഞ്ഞു, ആ വ്യക്തി ഓർമ്മപ്പെടുത്തുവാൻ നിങ്ങൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി ഇങ്ങോട്ട് വിളിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങനെ ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ഹാവ് സംതിങ് അഗൈൻസ്റ്റ് ബ്രദർ സാജൻ. ആ സമയത്ത്
സാജൻ ബ്രദർ എന്നെ വിളിച്ച് സിംജ ഇത് എനിക്കെതിരെ ചെയ്തു എന്ന് പറയുവാൻ താൻ ഫോൺ എടുക്കുമ്പോൾ ഐ എം കോളിംഗ് ഹിം ബാക്ക്. എന്നിട്ട് പറയുന്നു, പ്രിയ സാജൻ ബ്രദർ, ഞാൻ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിച്ചു, yesterday when we talked, I talked something which is inappropriate, please forgive me. That is the ideal state God is expecting from us. അതല്ലാതെ സാജൻ ബ്രദറിന്റെ ഫോൺ വന്ന് അദ്ദേഹവുമായിട്ട് ആർഗ്യൂ ചെയ്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അത് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെയല്ല വിചാരിച്ചത് എന്ന് പറഞ്ഞ് ആർഗ്യൂ ചെയ്ത് ഒരു 2 ദിവസത്തിന് ശേഷം ക്ഷമ പറയിക്കുവാനുള്ളതായ ഒരു സിറ്റുവേഷനിലാണ് നമ്മളെങ്കിൽ we have not reached the ideal state where God is expecting us to be. ഞാൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു സമൂഹത്തെയാണ് യേശുക്രിസ്തു നോക്കി പറയുന്നത്, ഇവരാണ് തനിച്ചു പാർക്കുന്ന ഒരു ജനം, ഇവരാണ് this church is beloved to me. അങ്ങനെയുള്ളവരെയാണ് കർത്താവ് നോക്കിക്കൊണ്ട് പറയുന്നത്, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഇതിനെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ പറ്റുന്ന ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിയുടെയും സഹായമില്ലാതെ തന്നെ വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു കുറവുമില്ലാത്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ തന്നിട്ടുള്ളത്. But the problem is, whenever the Holy Spirit reminds about the speck, നമ്മുടെ കണ്ണിലെ കോലിനെ പറ്റി പരിശുദ്ധാത്മാവ് നമ്മളോട് ജെന്റിലായിട്ട് സംസാരിക്കുമ്പോൾ we kept on ignoring, and then we reach a situation where our sin will become public. Somebody else has to point out. ഒരു പ്രവാചകൻ വന്ന് പറയേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ എത്തുന്നു, അല്ലെങ്കിൽ ഒരു സഹോദരൻ വന്ന് പറയേണ്ട സിറ്റുവേഷനിലോട്ട് നമ്മൾ എത്തുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഇന്നലെ രാത്രി കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത് you forgot about it because you ignored it. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന് ഒരു തേർഡ് പാർട്ടിയെ, നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുത്തോട്ട് വിടുവാനായിട്ടുള്ള കാരണം. ദാവീദിനോട് സംസാരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ദാവീദിനോട് പറയാനുള്ളത്, yesterday onwards I have been trying you, man. Where were you, praise the Lord? Your phone was switched off. I was trying to reach you. It was selling wrong number. That is the reason why I had to outsource this to Nathan. നാഥാൻ പ്രവാചകനെ വിളിക്കേണ്ടതായ ഒരു ആവശ്യത്തെ ഒരു ഗതികേടിലോട്ട് ഞാൻ വരുവാൻ കാരണം ഇന്നലെ രാത്രി മുതൽ I was trying to reach you, my dear brother David. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിരാകരിച്ചുകൊണ്ട്, അവന്റെ ജെന്റിലായിട്ടുള്ള ശബ്ദത്തെ നിരാകരിച്ചുകൊണ്ട് നമ്മൾ യാത്ര തിരിക്കുന്നെങ്കിൽ ഒരു ദിവസം third party has to come to our house and say that I am here to take out the dust of your eyes. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കണമെങ്കിൽ നമ്മുടെ കണ്ണിലുള്ള കോലിനെ തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിട്ടുള്ള ദൈവവചനവും മനസാക്ഷിയും പരിശുദ്ധാത്മാവിനോടും വിധേയത്വം പ്രാപിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ അത് നമ്മളെ തന്നെ എടുക്കുവാൻ, നമ്മൾ തന്നെ കണ്ടുപിടിക്കുവാൻ ഇടയാകുന്ന ഒരു ഐഡിയൽ സിറ്റുവേഷനിലോട്ട് നമ്മൾ വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി കാലം നമ്മുടെ തലകളെ വണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. Attitude of criticizing with wrong intention, with wrong standards, losing the sensitivity and reaching an ideal state. ഈ 4 കാര്യങ്ങളാണ് യേശുക്രിസ്തു ഈ പാസേജിലൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. There are a lot of other things which you can meditate and come to conclusion. എന്നാൽ ഇന്ന് രാത്രി കാലം നമ്മൾ തന്നെ സമർപ്പിക്കാൻ, കർത്താവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്റെ ആത്മീയ ജീവിതത്തിൽ നയിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Praise the Lord. Hallelujah. 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 Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Hallelujah. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവം വിളിക്കുവാൻ ശ്രമിച്ചിട്ട് നിങ്ങൾ സ്വിച്ച് ഓഫ് ആണെങ്കിൽ, praise the Lord. Praise the Lord. Somebody else will take that mission and come to you. അതിനു മുൻപ് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ, കർത്താവേ, എന്റെ കോലിനെ എടുക്കുവാൻ ഞാനിതാ വരുന്നു. Praise the Lord. It is a painful surgery. Hallelujah. പരിശുദ്ധാത്മാവിനെ ഡീൽ ചെയ്യുവാൻ നിങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah. Pastor, Hallelujah.
Hallelujah. Praise the Lord. Hallelujah. Worship you, Lord. Thank you, Lord Jesus. Hallelujah. Amen. Hallelujah. Hallelujah. Stotram, stotram, Praise stotram. the Lord. Hallelujah. Hallelujah. നമ്മുടെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹേമിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. Oh, we glorify your name, Lord Jesus. Hallelujah. Stotram, stotram. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ നല്ല രാത്രിക്കായി നന്ദി പറയുന്ന കർത്താവേ, കർത്താവേ, ഈ രാത്രി ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതിനായി സ്തോത്രം കർത്താവേ. നിന്റെ വചനത്തിലൂടെ സംസാരിക്കാൻ കർത്താവേ, നിന്റെ ദാസനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പടിയങ്ങളെ കർത്താവേ, നീ കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കേട്ട വചനമനുസരിച്ച് ജീവിക്കാൻ കർത്താവേ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ കുറ്റങ്ങളെ മനസ്സിലാക്കി കർത്താവ്, ഞങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കി കർത്താവ്, ഞങ്ങളെ കണ്ണിലെ കർത്താവെ പോലെ കണ്ട് കർത്താവെ ഒരു രൂപാന്തരം പ്രാപിച്ചു കർത്താവെ. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് കർത്താവ് മറ്റുള്ളവർക്ക് അനുഗ്രഹമായ കർത്താവ് ജീവിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെട്ട് കർത്താവ് ഹല്ലേലൂയ ആത്മീയ ജീവിതം മുന്നോട്ട് പോകേണ്ട ദൈവമേ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഞങ്ങൾ മുഖാന്തരം ആരും കർത്താവെ ദൈവം ദൈവത്തിന് അകന്നു പോകാൻ ദൈവമേ ഇടവരല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ആരെയും റോങ് ആയിട്ട് ജഡ്ജ് ചെയ്യുവാൻ കർത്താവെ സമ്മതിക്കില്ല കർത്താവെ. ഞങ്ങൾ മുഖാന്തരം കർത്താവെ അടിയ മുഖാന്തരം കർത്താവെ അറിന്റെ റോങ് ജഡ്ജ്മെന്റ് മുഖാന്തരം കർത്താവെ ആരെങ്കിലും ദൈവത്തിന് അധികം അകന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ അടിയനോട് ക്ഷമിക്കണമേ. അടിയന്റെ പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കണമേ കർത്താവെ. എപ്പോഴും കർത്താവെ ഒരു വെൽക്കമിങ് ആറ്റിറ്റ്യൂഡോട് കർത്താവെ മുന്നോട്ട് വന്നേമേ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. പാപത്തെ വെറുത്ത് കർത്താവെ പാപികളെ സ്നേഹിക്കാൻ കൃപ തന്നെ കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. എല്ലാ റോങ് ഇന്റൻഷനും മാറിപ്പോട്ടെ കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, ഹല്ലേലൂയ കർത്താവെ. ദൈവമേ താഴ്ത്തി ഏൽപ്പിക്കുന്ന കൃപ തന്നെ കർത്താവെ. കേൾത്ത വചനം കർത്താവെ ശിക്ഷാവിധി കാരണമാകല്ല കർത്താവെ. അനുഗ്രഹത്തിനും ആത്മീയ വർദ്ധനത്തിനും കാരണമാക്കണമേ കർത്താവെ. ഞങ്ങളെന്നല്ല ഞങ്ങളുടെ തലമുറകളും കർത്താവേ അപ്പോ നേരുള്ള പാതയിൽ നടക്കുവാൻ ദൈവമേ ഹല്ലേലൂയ കർത്താവിന്റെ വചനം കൽപ്പിക്കുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ദൈവമേ നീ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ദാസിനെ കർത്താവ് വീണ്ടും ബലപ്പെടുത്തണമേ കർത്താവെ. ശക്തീകരിക്കണമേ കർത്താവെ. ബാക്ക് പെയിൻ പ്രയാസം പൂർണ്ണമായി സൗഖ്യ ആരോഗ്യം ദൈവം കൽപ്പിക്കണമേ. കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അവനമാർത്ത പാട്ട് പാടാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം. ദാസിയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലീഡിയുന്ന കർത്താവ് ദാസിനെ കർത്താവ് നിവാസിയെ കർത്താവ് സഹായിക്കണമേ അനുഗ്രഹിക്കണമേ. കടന്നു വന്ന ഓരോ ജനത്തെയും കർത്താവ് അനുഗ്രഹിക്കണമേ. സാനുഗ്രഹ സമൃദ്ധി കൊണ്ട് കർത്താവ് ഓരോ ദിവസം കർത്താവ് ഞങ്ങളുടെ യാത്ര കർത്താവ് നിത്യതയോളം വിശ്വസ്തരായി ജീവിക്കാൻ ഞാൻ കൃപ തരണമേ കർത്താവ്. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവശബ്ദം ഇന്ന് രാത്രി നമുക്ക് കേൾക്കുവാനിടയായി തീർന്നുവല്ലോ. നമ്മുടെ ജീവിതത്തെ കണ്ടുണരുവാൻ ആരെയും വിധിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് വളർന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? നമ്മുടെ കർത്താവ് ഹല്ലേലൂയ തിരുവായുമ്പോൾ ഞള്ളി ചെയ്ത വിലപ്പെട്ട ആലോചന ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിച്ചുണർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരായി എണ്ണിക്കൊണ്ട് താഴ്മ ദയ ഹല്ലേലൂയ ധരിച്ചുകൊണ്ട് ഹല്ലേലൂയ ന്യായം വിധിപ്പാൻ പിതാവായ ദൈവം പൊന്നോനപുത്രന് മാത്രമാണ് അധികാരം കൊടുത്തിരിക്കുന്നത്. വിധിപ്പാൻ നമുക്കൊരധികാരവുമില്ല. ഹല്ലേലൂയ. നമുക്ക് പറയുവാനുള്ളത് കർത്താവിന്റെ വിലപ്പെട്ട സത്യങ്ങൾ. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ അരുളി ചെയ്തിരിക്കുന്നതല്ലാതെ ഒരു വാക്കുപോലും നമുക്ക് പറയുവാനിട തിരുവചനം വിട്ടൊരു വാക്കുപോലും പറയുവാനിട വരുന്നത്. തിരുവചനത്തിന്റെ വാതിൽ ഭക്തിന് തുറന്നു കൊടുത്തല്ലോ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും കർത്താവ്
ഈ രാത്രികാല തിരുവചനത്തിലൂടെ ഐശ്വര്യമായി സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവാൻ ദൈവമേ, പുത്രനാൻ ദൈവമേ, പരിശുദ്ധാത്മാവാൻ ദൈവമേ, പ്രിയ ദൈവത്തിന്റെ വിലപ്പെട്ട തിരുനാമത്തെ നന്ദിയോടെ വീണ്ടും സ്തുതിക്കുന്നു. അടികളെ അവിടുത്തെ ശബ്ദം ഇന്ന് രാത്രികാലം കേൾപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ. അടികൾ തിരുമലയുടെ ശബ്ദം ഈ രാത്രികാലം കേട്ടത് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിപ്രകാരം ജീവിപ്പാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തിരുനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാല സുഖവർക്കങ്ങൾ തരണമേ. പ്രഭാതത്തിന്റെ മുഖശോഭ കണ്ട് ഉണർന്നെഴുന്നേറ്റ് തിരുമേനിക്ക് നന്ദി കരയേറ്റുവാൻ സഹായിക്കണമേ. അവരുടെ ജീവകാലം മുഴുവൻ ഹല്ലേലൂയ തിരുമേനിട്ടിരിക്കുന്ന ദീർഘായുസ് മുഴുവൻ ഭയഭക്തിയോടെ വിറയലോടെ അവരുടെ പ്രവാസകാല ഭയത്തോടെ കഴിപ്പാൻ സഹായിക്കണമേ. തിരുവചന പ്രകാരം ജീവിപ്പാൻ അടിങ്ങൾക്ക് കൃപ തരണമേ. മഹത്വമെല്ലാം കർത്താവ് എടുത്താട്ട് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏറ്റവും താഴ്മയോടെ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗ്ഗ പിതാവേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർഗം ഈ രാത്രികാലം വചനം സംസാരിച്ച ഭക്തനോടും ഈ പ്രേരണയിരിക്കുന്ന എല്ലാ മക്കളോടും ഭൂലോട്ടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് നീക്കം കർത്താവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് us all. Praise the Lord. Hallelujah. Thank you, Pastor. ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. വചനത്തിന് മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുന്ന ഇന്ന് രാത്രികാലം കേട്ടതായ വചനം നമ്മുടെ ജീവിതത്തോട് സംസാരിച്ചു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പേൻ. ഹല്ലേലൂയ സ്തോത്രം. രാത്രികാലം വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ യെശയ്യാ പ്രവചന പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമല്ല. യേശുക്രിസ്തുവിന്റെ ഗുണമാണ്. അതുപോലെ തന്നെ ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നമ്മളിൽ ഉണ്ടാകുവാൻ തക്കോണം രാത്രികാലം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സിംജിനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദാസനെ പ്രത്യേകമായിട്ട് തുടർന്ന് നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കാം. ഹല്ലേലൂയ സ്തോത്രം. അതിശക്തമായ ദൈവത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്കായിട്ട് കർത്താവിന്റെ ദാസനെ നമ്മുടെ മധ്യത്തിൽ അനേക വിഷയമായിട്ട് ഉപയോഗിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പൂർണ്ണമായി സൗഖ്യത്തിനും ആരോഗ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ സെഷൻ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം മത്തായിയുള്ള നന്ദി അറിയിക്കുന്നു. മനോഹരമായ ഗാനം പാടിയ സിസ്റ്റർ എലിസബത്ത് സാമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചിലർക്കൊക്കെയും ഇന്ന് രാത്രിക്കാലവും കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും പ്രയർ ലൈനിൽ കയറുവാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3 പ്രാവശ്യം ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് കണക്ഷൻ ലഭിക്കുന്നതാണ്. എനിക്ക് തോന്നുന്ന വെതറിന്റെ ഒക്കെയും പ്രയാസം കൊണ്ടായിരിക്കാം ചില പ്രയാസങ്ങൾ ചില പ്രിയപ്പെട്ടവർ പറയുകയുണ്ടായി തീർന്നു കഴിഞ്ഞ ദിവസങ്ങൾ കണക്ട് ചെയ്ത് കിട്ടിയില്ല എന്നുള്ളത്. അതുകൊണ്ട് ദയവായി അല്ല എങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള കണക്ഷൻ ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം പ്രയർ ലൈനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പോലെ ഇന്ത്യയിൽ നടക്കുന്ന 100 സിറ്റികളിൽ നടക്കുന്ന 72 മണിക്കൂർ കണ്ടിന്യൂസ് ആയുള്ള പ്രാർത്ഥനയെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് ഇന്ത്യൻ സമയം ബുധനാഴ്ച മിഡ് നൈറ്റിൽ പ്രാർത്ഥന ആരംഭിച്ചു. അതായത് നമുക്ക് ഇന്ന് ഉച്ചകഴിഞ്ഞ് 12:30 മണിക്ക് ആ പ്രാർത്ഥന ആരംഭിച്ചു. കണ്ടിന്യൂസ് ആയിട്ട് 100 സിറ്റികളിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലുള്ള സെലക്ടഡ് സിറ്റികളിൽ ഇന്ത്യയുടെ ഉണർവിന് വേണ്ടിയും അതുപോലെ തന്നെ പെർസിക്യൂഷനിൽ കൂടി കടന്നു പോകുന്ന ജനത്തിന് വിടുതലിന് വേണ്ടിയും ഹല്ലേലൂയ ഈ പ്രാർത്ഥന ആരംഭിച്ചത് ജസ്റ്റ് ഹാപ്പൻ ടു ബി ദ ഡേ വെൻ മോഡി പ്രൈം മിനിസ്റ്റർ മോഡി took oath in the office. ഹല്ലേലൂയ. ഡൽഹിയിൽ വെച്ചാണ് ഈ പ്രാർത്ഥന ആരംഭിച്ചത്. അത് വളരെ അനുഗ്രഹമായ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസം നടക്കുന്ന ഈ ഫാസ്റ്റിംഗ് പ്രയർ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. നമുക്കും പ്രാർത്ഥനയുടെ വലം കൈ നീട്ടുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിടയാകട്ടെ. അടുത്ത 3 ദിവസങ്ങളിൽ രാവിലെ നടക്കുന്ന പ്രാർത്ഥന ഇന്റർസെസറി പ്രയർ ഈ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും. നാളെയും നാളെ കഴിഞ്ഞും വെള്ളിയാഴ്ചയും ദയവായിട്ട് എല്ലാവരും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. നാളെ പകൽ പലരും അവധിയെടുത്ത് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു എന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇനിയും ആർക്കെങ്കിലും അതിനോട് ജോയിൻ ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ബിജിയെ എന്നെ വിളിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അത് വേണ്ടതായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി അതേ ഈ ദേശത്തെല്ലാം നടക്കുന്നതായ പെർസിക്യൂഷനെതിരായിട്ട് ഈ ദിവസങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് അതിനായിട്ട് നമ്മുടെ കരങ്ങളെ നമ്മളെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ഈ ദിവസം നടക്കുന്ന പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ, ഒരു വിടുതലായി തീരട്ടെ, ഒരു ഉണർവിന്റെ ആരംഭമായി തീരട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. പ്രൈസ് ദി ലോർഡ്.
എന്നേശുവേ എന്നാഥനേ നിന്നിൽ ഞാൻ ചാരും എൻ പ്രിയനേ എന്നേശുവേ എന്നാഥനേ നിന്നിൽ ഞാൻ ചാരും എൻ പ്രിയനേ ആയിരമായിരം ഗീതികളാലേ നിന്നപദാനങ്ങൾ പാടുമേ ഞാൻ ആയിരമായിരം ഗീതികളാലേ നിന്നപദാനങ്ങൾ പാടുമേ ഞാൻ എന്നേശുവേ എന്നാഥനേ നിന്നിൽ ഞാൻ ചാരും എൻ പ്രിയനേ ചേറ്റിൽ നിന്നെന്നെ നീ കോരിയെടുത്തതാൽ നന്ദിയാൽ എന്നുള്ളം തിങ്ങിടുന്നേ ചേറ്റിൽ നിന്നെന്നെ നീ കോരിയെടുത്തതാൽ നന്ദിയാൽ എന്നുള്ളം തിങ്ങിടുന്നേ എന്തു ഞാൻ നൽകിടും എത്ര ഞാൻ നൽകിടും പകരം നൽകിടുവാൻ സ്തുതികൾ മാത്രം എന്തു ഞാൻ നൽകിടും എത്ര ഞാൻ നൽകിടും പകരം